ആകാശവാണി വാർത്താ വീക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര വിജയം. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ക്രിസ്റ്റി എബ്രഹാം. ചൈന ആതിഥ്യമൊരുക്കിയ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 25ാം വാർഷിക ഉച്ചകോടിക്ക് ഇന്ത്യയുടെ ഉജ്ജ്വല നയതന്ത്ര വിജയത്തോടെ കൊടിയിറക്കം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെയും ശക്തമായ നിലപാടിനെയും ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. ഉച്ചകോടിയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തെ അംഗരാജ്യങ്ങൾ രൂക്ഷമായി വിമർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കത്തിന്റെ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ ജൂണിൽ ചൈനയിലെ കിങ് ദാവോയിൽ നടന്ന SCO അംഗരാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിലെ സമാപന പ്രഖ്യാപനത്തിൽ പഹൽഗാം ഭീകരാക്രമണം പരാമർശിക്കാത്തതിന്റെ പേരിൽ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇറങ്ങിപ്പോയിരുന്നു. ആ സ്ഥാനത്തേക്കാണ് വൻ ശക്തി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന SCO രാഷ്ട്ര നേതാക്കൾ ഒറ്റക്കെട്ടായി പഹൽഗാം ആക്രമണത്തെ അപലപിച്ചത്. ഈ മാറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമായി തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പാക് പിന്തുണയുള്ള ഭീകരർ നടത്തിയ പഹൽഗാം ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് ഉച്ചകോടി അപലപിച്ചത്. ഭീകരാക്രമണത്തിന് പിന്തുണ നൽകിയവരെയും ഗൂഢാലോചനക്കാരെയും ആക്രമണം നടപ്പാക്കിയവരെയും അന്താരാഷ്ട്ര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സംയുക്ത പ്രസ്താവന ആവശ്യപ്പെട്ടു. ഉച്ചകോടിയുടെ പ്രാഥമിക സമ്മേളനത്തിൽ പാക് പിന്തുണയുള്ള ഭീകരതയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചു. ഭീകരതയെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിനെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും വേദിയിലിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നടിച്ചു. ഭീകരവിരുദ്ധ യുദ്ധത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുവെന്നും ഭീകരതയെ ചെറുക്കുന്നതിൽ SCO രാഷ്ട്രങ്ങൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച അംഗരാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി. ഷാങ്ഹായ് സഹകരണ സംഘടന അഥവാ SCOയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ പുതിയ വ്യാഖ്യാനവും അംഗരാജ്യത്തിലെ നേതാക്കൾ കൈയടിച്ചു സ്വീകരിച്ചു. SCO എന്നത് സെക്യൂരിറ്റി, കണക്ടിവിറ്റി, ഓപ്പർച്യൂണിറ്റി എന്നാണ് നരേന്ദ്രമോദി നൽകിയ വ്യാഖ്യാനം. നരേന്ദ്രമോദി മിന്നിത്തിളങ്ങിയ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും പങ്കെടുത്തു. ഉച്ചകോടി വേദിയിൽ ഷീ ജിൻപിങ്ങുമായും വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്കൂറുകളോളം ആശയവിനിമയം നടത്തി. വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തും ഷീ ജിൻപിങ്ങിന് ഹസ്തദാനം നൽകിയും മറ്റു നേതാക്കളോട് കുശലം പറഞ്ഞു നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിനെ അവഗണിച്ചത് മാധ്യമങ്ങൾക്ക് വാർത്തയായി. ചൈനയിൽ മോദിക്ക് ലഭിച്ച അത്യുജ്വല സ്വീകരണവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യക്ക് നൽകിയ പ്രാധാന്യവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ലോകരാജ്യങ്ങളെ വകവയ്ക്കാതെ ഏകപക്ഷീയ തീരുമാനങ്ങളിലൂടെ ആഗോളതലത്തിൽ അസ്ഥിരത സൃഷ്ടിക്കുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയും ചൈനയും റഷ്യയും ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുമെന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഷാങ്ഹായ് ഉച്ചകോടി. മുമ്പെങ്ങും ലഭിക്കാത്ത ലോകശ്രദ്ധ ഇക്കുറി ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്ക് ലഭിച്ചു. അതിനൊരു പ്രധാന കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വൻ ശക്തി രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെ എന്ത് തന്ത്രങ്ങൾ എടുക്കുമെന്ന ആകാംക്ഷയായിരുന്നു. ഉച്ചകോടിക്ക് മുൻപ് ടിയാൻജിനിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രത്യേക കൂടിക്കാഴ്ച സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നയമെന്ന സന്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ലോകരാജ്യങ്ങൾക്കും നൽകുന്നതായിരുന്നു. വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ പ്രധാന പങ്കാളിയായ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് പ്രഹരമേൽപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം മറികടക്കാൻ മറ്റു രാജ്യങ്ങളുമായുള്ള സൌഹൃദം നമ്മുടെ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണ്. 5 വർഷം മുൻപ് ഗൽവാൻ പർവ്വതനിരകളിൽ ഉയർന്നുകേട്ട പോർവിളികൾ ഇന്ത്യയും ചൈനയും മറന്നിരിക്കുന്നുവെന്നാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വളർന്നുവരുന്ന സൌഹൃദം പ്രകടമാക്കുന്നത്. ഇന്ത്യയും ചൈനയും പരസ്പരം പങ്കാളികളായി കാണണമെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഷീയുടെ വാക്കുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മറുപടി സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷത്തിലാണ് ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്നതായിരുന്നു. 5 വർഷത്തിനുള്ളിൽ ലോകരാഷ്ട്രീയത്തിലും വാണിജ്യ മേഖലയിലും ഉണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയെയും ചൈനയെയും പരസ്പര സഹകരണത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. 20ലേറെ റൌണ്ട് സൈനികതല ചർച്ചകളിലും പല വിധത്തിലുമുള്ള നയതന്ത്ര ചർച്ചകളിലും അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിലും അവയെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് നീങ്ങാമെന്ന ധാരണയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും. പ്രത്യേകിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച തീരുവയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിലവിൽ $5 ബില്യൺ ചരക്കാണ് ഇന്ത്യ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. 15 ബില്യൺ ചൈനയിലേക്കും കയറ്റുമതി ചെയ്യുന്നു.
എന്നാൽ അമേരിക്കയിലേക്ക് കഴിഞ്ഞ വർഷം കയറ്റി അയച്ചതാകട്ടെ 84 ബില്യന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു. ട്രംപിന്റെ തീരുവ നയം കാരണം ഇതിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ നഷ്ടം നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിക്കും ജപ്പാൻ ചൈന സന്ദർശനത്തിനും പുറപ്പെട്ടത്. ജപ്പാൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ പ്രതിഭയും ഒരുമിച്ച് ചേരുമ്പോൾ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തെ ഇരു രാജ്യങ്ങളും മുന്നിൽ നിന്ന് നയിക്കുമെന്ന് ടോക്കിയോ സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ജപ്പാൻ ഇന്ത്യ സെമി കണ്ടക്ടർ വിതരണ ശൃംഖല പങ്കാളിത്തത്തിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇരുപക്ഷവും ആവർത്തിച്ചു. ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും തുല്യ പ്രാധാന്യത്തോടെ ചുവന്ന പരവതാനി വിരിച്ചാണ് ചൈനീസ് പ്രസിഡന്റ് സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണിതെന്നും അതിനാൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കുമ്പോൾ പരസ്പര ധാരണയും പിന്തുണയും വേണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ 4 നിർദ്ദേശങ്ങൾ ഷീ ജിൻപിങ് മുന്നോട്ട് വെച്ചു എന്നാണ് റിപ്പോർട്ട്. പരസ്പര വിശ്വാസം ആഴത്തിലുള്ളതാക്കണമെന്നും സ്ട്രാറ്റജിക് തലത്തിലുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണം എന്നുമായിരുന്നു ഒന്നാമത്തെ നിർദ്ദേശം. പരസ്പര സഹകരണം, പങ്കുവയ്ക്കൽ എന്നിവ വിപുലപ്പെടുത്തുക, ഇരുഭാഗത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കാനുള്ള വഴിയുണ്ടാക്കുക, പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബഹുമുഖ സഹകരണം ശക്തിപ്പെടുത്തുക എന്നീ നിർദ്ദേശങ്ങളും ഷീ ജിൻപിങ് മുന്നോട്ട് വെച്ചു. ചൈനീസ് പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങളോട് ഇന്ത്യ അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കാൻ ചൈന ആഗ്രഹിക്കുന്നു എന്ന നിലപാടായിരുന്നു ഷീ ജിൻപിങ്ങിന്റേത്. പരസ്പര വിശ്വാസവും ആദരവും പുലർത്തി രണ്ടു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് 280 കോടി ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടു രാജ്യങ്ങൾ, അതും അയൽ രാജ്യങ്ങളും പ്രമുഖ സാമ്പത്തിക ശക്തികളുമായവർ ഒന്നിച്ചു നിന്നാൽ ഏതു ഭീഷണിയും മറികടക്കാനാവും. യുഎസിനെതിരെ മറ്റൊരു ചേരി രൂപപ്പെടുന്ന ദൃശ്യമാണ് ടിയാൻജിനിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. യുഎസിന്റെ ഭീഷണി മറികടക്കാൻ റഷ്യ, ഇന്ത്യ, ചൈന അഥവാ RIC കൂട്ടായ്മ ശക്തിപ്പെടുന്നതിന്റെ സൂചനകളും ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ വ്യക്തമായി. സമ്മർദ്ദത്തിലാക്കി നേട്ടം കൊയ്യാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിന് വശപ്പെടാതെ കടുംപിടുത്തം ഉപേക്ഷിച്ച് പരസ്പരം കൈകൊടുക്കാൻ RIC രാഷ്ട്ര നേതാക്കൾ തയ്യാറാകുന്നതും പുതിയൊരു ചേരി ശക്തമാകുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ആഗോള വിപണിയിൽ അമിതമായി ഡോളറിനെ ആശ്രയിക്കുന്നതാണ് ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഈ വിഷയത്തിൽ 3 രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയോ കൂട്ടായ്മയോ ഉണ്ടായാൽ അതിനു മുന്നിൽ അമേരിക്കൻ ഭരണകൂടത്തിന് വിയർക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പിഴ ചുങ്കം ഉൾപ്പെടെ ഇന്ത്യയ്ക്കുള്ള യുഎസിന്റെ 50% തീരുവ പ്രാബല്യത്തിൽ വന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർണായക ചൈന യാത്ര എന്നതും ശ്രദ്ധേയം. ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഏറ്റവും വലിയ സന്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനായിരുന്നു. പിഴ തീരുവയെ ഉപകരണമാക്കി വിദേശ നയം നടപ്പാക്കുന്നത് നടക്കില്ലെന്നും അമേരിക്ക നയിക്കുന്ന പാശ്ചാത്യ കൂട്ടായ്മകൾക്ക് ചെറുക്കാൻ കഴിയാത്ത ശക്തികളായി ബ്രിക്സും SCOയും മാറിയിരിക്കുന്നുവെന്നും ഷാങ്ഹായ് ഉച്ചകോടി ട്രംപിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ട ചുങ്കം തള്ളിയ ഇന്ത്യയും റഷ്യയും സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് തുടരുമെന്നുള്ള രണ്ടു രാജ്യങ്ങളുടെയും പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിനെ അലോസരപ്പെടുത്തും. വളം, ബഹിരാകാശം, സുരക്ഷ, സംസ്കാരം എന്നിവ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും റഷ്യയും തീരുമാനിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സമ്മാനമെന്ന പോലെ ഇന്ത്യക്കുള്ള ക്രൂഡ് ഓയിലിന് വിലക്കിഴിവ് പ്രഖ്യാപിച്ച് വ്ളാഡിമിർ പുടിൻ അടുത്ത 2 മാസത്തേക്ക് ബാരലിന് $3 മുതൽ $4 വരെ ഡോളറാണ് കുറയ്ക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഇരട്ടച്ചുങ്കം ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി നൽകുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.